ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലാണ് കഴിഞ്ഞ 25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതിൽ പ്രോഡക്റ്റിലായാലും ഇന്നോവേഷൻ ടെക്നോളജി ആയാലും. നമ്മുടെ നാടിനെ കുറിച്ച് പൊതുവിൽ ഒരു തെറ്റായ ലെഗസി ഉണ്ട്. അതായത് ഇവിടെ ബിസിനസ് വളരില്ല, നമ്മുടെ നാട്ടിൽ ബിസിനസ് പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഇപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കാലം മാറി, കേരളവും കുറെ അധികം മാറിക്കഴിഞ്ഞു. എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു വൺ മാൻ ഷോ പോലെയായിരുന്നു. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്റെ ഓഫീസിൽ ഏറ്റവും കുറച്ച് ജോലി ചെയ്യുന്ന ഒരാള് ഇപ്പം ഞാൻ തന്നെ ആയിരിക്കും. ഏറ്റവും കുറച്ച് സമയം എല്ലാം ഡെലിഗേറ്റഡ് ആണ്. ഒപ്റ്റിമിസം ഇല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് നിർത്തിപ്പോയാൽ അങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ട്, നിർത്തിപ്പോകേണ്ടതായ കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് പോലും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കോമ്പറ്റീഷന്റെ കാലഘട്ടം ഒരു കൊളാബറേഷന്റെ കാലഘട്ടമായി. ഞാൻ എൻ്റെ നിയറസ്റ്റ് കോമ്പറ്റീറ്ററോട് പറയും, നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലേ എന്തെങ്കിലും പുതിയൊരു കാര്യം ആലോചിക്കണം. ദുൽഖറും ഒരു ടെക്നോസാവി ആയിട്ടൊരാളാണ്. ദുൽഖറിന്റെ ഫാദറും ഒക്കെ ഏറ്റവും ആദ്യം ഗാഡ്ജറ്റ്സ് സ്വന്തമാക്കുന്ന കേരളത്തിലെ ആളുകളിൽ പെടുന്നവരാണ്. ഡിജിറ്റൽ മേഖലയിലെ റീറ്റെയിൽ രംഗത്ത് 25 വർഷമായി ട്രെൻഡുകൾക്ക് മുന്നേ നടക്കുന്ന ഒരു സംരംഭകനാണ് ഷിജോ കെ തോമസ്. 100 ചതുരശ്ര അടിയുള്ള കടമുറിയിൽ നിന്ന് ഓക്സിജൻ എന്ന സുസജ്ജമായ ഡിജിറ്റൽ ശൃംഖല കെട്ടിപ്പടുത്ത അദ്ദേഹമാണ് ധനം ബിസിനസ് കഫേയിൽ നിന്ന് നമ്മുടെ അതിഥി. നമസ്കാരം ഷിജോ, ധനം ബിസിനസ് കഫേയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 25 വർഷം മുൻപെയാണ് നമ്മൾ ഒറ്റ ഒരാളുമായിട്ട് ഓക്സിജന് തുടക്കമിട്ടത്. ശരിക്കും ഇങ്ങനൊരു ജേർണി പ്രതീക്ഷിച്ചതാണോ? നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് തുടങ്ങിയതല്ല. ഇത്രയൊരു യാത്ര പ്ലാൻ ചെയ്ത് തുടങ്ങിയതല്ല. വളരെ ആകസ്മികമായി ബിസിനസ്സിൽ വന്നതാണ്. ഫസ്റ്റ് ജനറേഷനാണ് ഞാൻ. എൻ്റെ പേരൻസ് ആരും ബിസിനസ്സിലില്ല. അപ്പം ബിസിനസ്സിൽ അങ്ങനെ വന്നു. പിന്നീട് ഈ ബിസിനസ്സിൻ്റെ ഓരോ പാഠങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പരിസരത്തു നിന്ന്, നമ്മൾ എൻവയൺമെൻറ്റിൽ നിന്ന് തന്നെ പഠിക്കാനുള്ളൊരു അവസരം കിട്ടി. ഒരു പഠനവും അറിവും പിന്നെ സ്വായത്തമാക്കിയപ്പോഴാണ് ഇത് നല്ലൊരു കാര്യമാണ്, ബിസിനസ് വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ബിസിനസ്സിൽ ഒത്തിരി സാധ്യതകൾ, പ്രത്യേകിച്ചും ഞാൻ അന്ന് വന്ന മേഖല മുന്നോട്ട് ഒത്തിരി സാധ്യതയുള്ളൊരു മേഖലയാണ് തിരിച്ചറിഞ്ഞു. അങ്ങനെ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് തീരുമാനിക്കാറുണ്ടായി. അതായത് അസംബ്ലിംഗിലായിരുന്നല്ലോ തുടക്കം. അത് പിന്നീട് എങ്ങനെയാണ് ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നത്? എങ്ങനെയാണ്? അപ്പോൾ ആ ബിസിനസ്, ആ ഇൻഡസ്ട്രി അന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ തുടക്ക കാലഘട്ടമാണ്. പിന്നീട് ഇൻഡസ്ട്രി ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായി. കമ്പ്യൂട്ടറിൽ നിന്ന് ലാപ്ടോപ്പിലേക്കും പിന്നെ സ്മാർട്ട് ഫോണിലേക്കും ഒക്കെ ഇങ്ങനെ കുറേ പ്രോഡക്റ്റ് എവല്യൂഷൻ വന്നു. അപ്പം ആ മാറ്റങ്ങൾക്കൊപ്പം നമുക്ക് സഞ്ചരിക്കാനായിട്ട് സാധിച്ചു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജേർണി ആയിരുന്നു. ഓരോ പ്രോഡക്റ്റ് ഇന്നോവേഷൻ അത് മനസ്സിലാക്കുക, അത് ആളുകളിലേക്ക് എത്തിക്കുക, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു അത്. അല്ല, ശരിക്കും പറഞ്ഞാൽ 25 വർഷം എന്ന് പറയുന്നത് മാറ്റം ചെറുതൊന്നുമല്ല. നമ്മൾ വളരെ സ്പീഡിലായിരുന്നു മാറ്റങ്ങൾ വന്നത്. അനുദിനം ഇപ്പോൾ പുതിയ മോഡലുകൾ വരുന്നു, അതിനൊപ്പം സർവീസിങ്ങും നമ്മൾ കൊടുക്കണം. അതിനെങ്ങനെയാണ് നമ്മൾ ടീമിനെ സജ്ജമാക്കുന്നത്? ഉറപ്പായിട്ടും നമ്മൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, മാറ്റം എന്നുള്ളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം ബിസിനസ്സിൽ. അപ്പം പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലാണ് കഴിഞ്ഞ 25 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. അതിൽ പ്രോഡക്റ്റിലായാലും ഇന്നോവേഷൻ ടെക്നോളജി ആയാലും ഇത്രയും ചേഞ്ചസ്. ഇപ്പം എല്ലാം AI ഓറിയൻറ്റഡ് ആയിട്ട് വരെ മാറിക്കഴിഞ്ഞു. പ്രോഡക്ട്സ് വരെ എല്ലാം AI ഓറിയൻറ്റഡ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ മാറ്റത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതൊരു, നമ്മൾ ഫിയർലെസ് ആയിട്ട് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. ആ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ പേടിക്കാതെ ആ ചേഞ്ച് നമ്മളും ഉൾക്കൊള്ളുന്നു, ആ ചേഞ്ചിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ സ്റ്റോറിൽ ആ മാറ്റങ്ങൾ വരുത്തുന്നു, മാൻ പവറിൽ മാറ്റങ്ങൾ വരുത്തുന്നു, നമ്മുടെ ഓപ്പറേഷൻസിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു, ഇന്റേണൽ സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം ഒരുപോലെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇൻഡസ്ട്രി മാറുന്നതനുസരിച്ച് നമ്മൾക്കും അതോടൊപ്പം മൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇപ്പൊ ഈ പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോഴേക്കും പുതിയ പ്രോഡക്ട്സ് ആണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് നമ്മളിവിടെ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് അതിന്റെ സർവീസിംഗ് ഒക്കെ കൊടുക്കുന്നത്? എങ്ങനെയാണ്? നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആണ്. എല്ലാവർക്കും ഇന്ത്യൻ ഓഫീസസ് ഉണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പം എല്ലാവർക്കും ബ്രാഞ്ചസ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഏത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്താലും ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ എൻ്റെ ടീമിന്, കമ്പനികൾ തന്നെ, മാനുഫാക്ചേഴ്സിന് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, അവർ ഫാക്ടറി വിസിറ്റ് ഉണ്ട്, പ്രോഡക്റ്റ് അപ്ഡേഷൻ ഓൺ എ വീക്ക്ലി ബേസിസിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ട്രെയിനിങ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്ഡേഷൻ ആ രീതിയിൽ പോസിബിൾ ആണ്. തുടക്ക സമയം തൊട്ട് കുറച്ചധികം എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെ ആയിരിക്കണമല്ലോ ഇവിടെ വരെ കടന്നു വന്നത്. അതൊക്കെ എന്തായിരുന്നു ഇപ്പോഴത്തെ സംരംഭകരുടെ അത് അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും? വാസ്തവത്തിൽ ആ പ്രതിസന്ധികൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ലായിരുന്നു. ആ പ്രതിസന്ധികളാണ് ഓരോ പാഠങ്ങളായിട്ട് പിന്നീട് ഓരോ ലെസൺസ് ആയിട്ട് മാറുന്നത്. അപ്പം പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഗ്രോ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഒരു പ്രതിസന്ധി വരുന്നു, അതിൽ നിന്ന് നമ്മളൊരു ലെസൺ എടുക്കുന്നു, മൂവ് ചെയ്യുന്നു. അടുത്ത പ്രതിസന്ധി വരുന്നു, അതിലൊരു ലെസൺ എടുക്കുന്നു. അങ്ങനെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം ഒരു പാഠപുസ്തകം പോലെ തന്നെയാണല്ലോ പ്രതിസന്ധികൾ. പക്ഷെ ആ പ്രതിസന്ധികൾക്കകത്ത് ഒരു പ്രതിസന്ധി വരുമ്പോൾ പുറകോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ
എനിക്ക് തോന്നിയ ഒരു കാര്യം ബിസിനസ്സുകാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു നമ്മൾ ആട്ടിൻ സൂപ്പിനേക്കാൾ ഗുണം ചെയ്യുന്നതാണ് ക്ഷമ എന്ന് പറയുന്നത് പോലെ ക്ഷമ എന്ന് പറയുന്നത് ബിസിനസ്സിൽ അത്യാവശ്യമാണ്. നമ്മൾ ഓവർനൈറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി അല്ല ബിസിനസ്. അപ്പം വളരെ നല്ല ക്ഷമയോടെ കാത്തിരിക്കണം, നമ്മൾ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഉറപ്പായിട്ടും ഒരു ദിവസം അതിൻ്റെ റിസൾട്ട് വരും. അങ്ങനെ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകുന്ന ആളുകളൊക്കെ തന്നെയും അങ്ങനെ വളരെയധികം ക്ഷമയോടെ കാത്തിരുന്ന ആളുകൾക്കാണല്ലോ ഉറപ്പായിട്ടും ഒരു ദിവസം അതിൻ്റെ ഒരു ഫ്രൂട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സ്വാഭാവികമായിട്ടും അത് പോസിബിൾ ആണ്. അപ്പം പെട്ടെന്ന് നമ്മൾ അപ്സെറ്റായി പുറകോട്ട് ഓരോ പ്രതിസന്ധി വരുന്ന സമയത്ത് അപ്സെറ്റായി പുറകോട്ട് പോരാതെ ക്ഷമയോടെ മുന്നോട്ട് പോയാൽ ഡെഫിനറ്റ്ലി. എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഓർമ്മയുണ്ടോ ഏതെങ്കിലും സമയത്ത്? ധാരാളം പ്രതിസന്ധികൾ. ഇനി ആദ്യ കാലഘട്ടങ്ങളൊക്കെ സാമ്പത്തിക പ്രതിസന്ധി ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു. ഫണ്ടിങ് എങ്ങനെയായിരുന്നു? നമ്മൾ ഓരോ ബാങ്ക്, നമ്മളെപ്പോഴും ബാങ്കിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബാങ്ക് ലോൺസിനെ തന്നെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ഓഫ് കോഴ്സ് അതുകൂടാതെ ഞങ്ങളുടെ സപ്ലൈസിന്റെ ക്രെഡിറ്റ് ഉണ്ട്, അതും ഒരു സം സോർട്ട് ഓഫ് ഫണ്ടിങ് എന്ന് പറയാം. കാരണം ഞങ്ങളുടെ സപ്ലൈസ്, ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് ക്രെഡിറ്റ് തരുന്നത് കൊണ്ടാണ് റീറ്റെയിൽ ഇൻഡസ്ട്രി, ഇപ്പം ഞങ്ങളുടെ എന്നല്ല എല്ലാ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ആളുകളാണ് മാനുഫാക്ചേഴ്സും അവരുമായിട്ട് എന്നും ഫൈറ്റാണ് റീറ്റെയിലേഴ്സ്. അപ്പം ഞാനെപ്പോഴും ഓഫീസിൽ പറയുന്ന കാര്യം അവരുള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. പിന്നെ ഇത് ബാങ്കുമാണ് ഞങ്ങളെ സംബന്ധിച്ച്, ഓക്സിജനെ സംബന്ധിച്ച് സപ്ലൈസിൻ്റെ ഒരു ക്രെഡിറ്റും അവരുടെ ആ ഒരു സഹായവും പ്ലസ് ബാങ്കിൽ നിന്നുള്ള സഹായവുമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സംസ്ഥാനമാണ്, അതിൽ തന്നെ എവിടെ നോക്കിയാലും ഇലക്ട്രോണിക് ഷോപ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു വ്യാപാര രംഗത്തിന് ഒരു അവസരങ്ങളുണ്ടോ? ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. ഇപ്പം കോമ്പറ്റീറ്റേഴ്സ് പോലും തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. കോമ്പറ്റീഷൻ്റെ കാലഘട്ടം ഒരു കൊളാബറേഷൻ്റെ കാലഘട്ടമായി. ഞാൻ എൻ്റെ നിയറസ്റ്റ് കോമ്പറ്റീറ്ററോട് പറയും നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലേ എന്തെങ്കിലും പുതിയൊരു കാര്യം ആലോചിക്കണം. അപ്പം അതൊരു പ്രശ്നമേ ഇല്ല. എത്ര ആളുകൾ വന്നാലും മാർക്കറ്റിൻ്റെ സാധ്യതയുണ്ട്. പക്ഷേ ചെയ്യുന്ന ആൾക്ക് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റണം. പുതിയ വരുന്ന ഓരോരുത്തർക്കും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിനേക്കാൾ എന്താണ് മെച്ചപ്പെട്ട സേവനം അല്ലെങ്കിൽ എന്താണ് മെച്ചപ്പെട്ട സൗകര്യം കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു പഠനത്തോടു കൂടി ആർക്കും ഏത് ഇൻഡസ്ട്രിയിലും വരാമല്ലോ. ഉറപ്പായിട്ടും അതിന് സാധ്യതയുണ്ട്. ഇപ്പൊ ഈ കൊമേഴ്സ് എന്നൊക്കെ ഉള്ളവ, കാരണം ഇപ്പം അവരുടെ സെയിലൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളെക്കാളൊക്കെ പ്രൈസ് വളരെ കുറവിലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് കസ്റ്റമേഴ്സിനോട് പറയുക? എന്തുകൊണ്ട് ഇപ്പോൾ ഓക്സിജൻ പോലത്തെ ഷോറൂമുകളിലേക്ക് കസ്റ്റമേഴ്സ് വരണം? രണ്ട് രീതിയിലാണ് ഞങ്ങൾ ടാക്കിൾ ചെയ്യുന്നത്. ഒന്ന്, ഞങ്ങൾക്കും ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉണ്ട്. ഒമ്നി ചാനൽ നമ്മൾ പറയുന്നത് പോലെ ഒരേ സമയം ഓഫ്ലൈനും ഓൺലൈനും ഒരേ സമയം ഫെസിലിറ്റി ഒരുക്കുന്നതിനാണല്ലോ ഒമ്നി ചാനൽ എന്ന് പറയുന്നത്. ഈ ഫെസിലിറ്റി നമുക്കുണ്ട്. ഞങ്ങളുടെ ഇപ്പോൾ കേരളത്തിലെ ഏത് കസ്റ്റമർക്കും കേരളത്തിൻ്റെ ഏത് കോണിൽ നിന്നും ഓക്സിജൻ്റെ ഓൺലൈൻ സൈറ്റിൽ നിന്നും വാങ്ങാം. അത് എന്താണോ മറ്റ് ഇ കൊമേഴ്സ് സൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് അത് വെരി നെക്സ്റ്റ് ഡേ, ഞങ്ങളെ സംബന്ധിച്ച് നെക്സ്റ്റ് ഡേ തന്നെ ഡെലിവറി നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഡെലിവറിയുടെ കാര്യത്തിൽ കാരണം എല്ലാ സ്ഥലത്തും സ്റ്റോഴ്സ് ഉണ്ട്, സ്റ്റോഴ്സിൽ നിന്ന് തന്നെ ഡെലിവറി പ്ലാൻ ചെയ്യാം. കൂടാതെ ഈ കസ്റ്റമർക്ക് ഒരു സർവീസ് ആവശ്യം വന്നാൽ ലോക്കൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ ദേശീയ അന്തർദേശീയ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ സർവീസിന് അതാത് മാനുഫാക്ചേഴ്സിനെ തന്നെ ബന്ധപ്പെടും. കോൾ സെൻ്ററുകൾ വിളിച്ച് അങ്ങനെയാണ് സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കേസിൽ ഫിസിക്കൽ സ്റ്റോർ ഉള്ള ആളുകളെ സംബന്ധിച്ച് ആ ഫിസിക്കൽ സ്റ്റോറിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി ആ പ്രോഡക്റ്റ്. ആ സർവീസിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ നിയറസ്റ്റ് സ്റ്റോർ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമറിന് ഓൺലൈനിൻ്റെ ഇ കൊമേഴ്സിൻ്റെ ഒരു ഫീച്ചർ എൻജോയ് ചെയ്യാനും പറ്റും, സർവീസിൻ്റെ തലവേദന ഇല്ലാതെ പീസ് ഓഫ് മൈൻഡോട് കൂടി ഇരിക്കാനും പറ്റും. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസൽ. അതിന് മുന്നോട്ട് വെക്കുന്ന നമ്മളൊരു സൊല്യൂഷൻ അതാണ് ഈ കാര്യത്തിൽ. അത് കസ്റ്റമറുടെ അടുത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. പിന്നെ രണ്ട്, കോവിഡിന് ശേഷം നമ്മൾ കാണുന്നൊരു പ്രത്യേകത, ഇപ്പോൾ ഞങ്ങളൊരു പ്രൊഡക്റ്റിലാണെങ്കിൽ തന്നെയും ഒരു ടച്ച് ആൻഡ് ഫീലിന് വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം വീണ്ടും തിരിച്ചു കൂടിയിരിക്കുകയാണ്. ആളുകൾക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുമ്പം ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടി ആളുകൾ വരുന്നുണ്ട്. അപ്പം വീണ്ടും വീടുകളിലേക്ക് ചുരുങ്ങുന്നതൊന്നും മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ ഓരോ ഷോറൂമിലെ വോക്കിൻസിൻ്റെ എണ്ണം പണ്ടത്തതിനേക്കാൾ കോവിഡിന് മുമ്പുള്ളതിനേക്കാൾ ആ സെയിം ഷോറൂം എടുത്താൽ തന്നെ നമ്പർ ഓഫ് വോക്കിൻസ് കൂടുതലാണ് ഇപ്പം. അപ്പം അതൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഇപ്പോൾ ആളുകൾ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കൂടുതൽ ഷോറൂമുകളിലേക്ക് തന്നെ ഉറപ്പായിട്ടും ഷോറൂംസ് കൊണ്ട് നമ്മൾ ഇ കൊമേഴ്സും ഒരേ സമയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയ ഷോറൂം ഇപ്പം നമുക്ക് ടോട്ടൽ 37 ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പുതിയ ഷോറൂംസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നമ്മളിപ്പോൾ ഒരു 10 ഷോറൂംസിന്റെ പൈപ്പ് ലൈൻ പണിപ്പുരയിലാണ്. അപ്പോൾ അത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 10 ഷോറൂം ഉണ്ടാവും. അടുത്ത വർഷം തന്നെ അടുത്ത ഫിനാൻഷ്യൽ എൻഡിനുള്ളിലുണ്ടാവും. അത് കേരളത്തിൽ തന്നെയാണോ, അത് പുറത്തേക്ക് പോകുന്നുണ്ടോ? നമ്മളെ അപ്പൊ നമ്മൾ എല്ലാ ഷോറൂമുകളും തന്നെ കേരളത്തിലാണല്ലോ. അപ്പൊ ഇന്ത്യക്ക് മൊത്തത്തിലേക്കൊരു കേരളത്തിന്റെ സാധ്യതകളും എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം പതുക്കെ ചെയ്യാവുന്നു. ഇപ്പൊ ബിസിനസ്സിൽ തീരുമാനം എടുക്കുമ്പോഴേ എന്തിനാണ് കൂടുതലായിട്ട് ആശ്രയിക്കാറ്? ഡേറ്റകളെ ആശ്രയിച്ചിട്ടാണോ ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് ഒക്കെ?
ഡേറ്റ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡേറ്റ സെൻട്രിക് ആണല്ലോ നമ്മളുടെ എല്ലാ ബിസിനസ്സുകളും ഡേറ്റയെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ. അപ്പം ഡേറ്റ മാത്രം എന്ന് പറയാൻ പറ്റത്തില്ല. ഡേറ്റ ആണ് നമ്മളെ പലപ്പോഴും പല തീരുമാനങ്ങളിലേക്കും എടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതെങ്കിലും അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസും ഈ പറഞ്ഞ സോ കോൾഡ് ഇൻറ്റ്യൂഷനും ഒക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. പക്ഷേ ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും, ഡേറ്റയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ ചിലപ്പോൾ തീരുമാനമായി മാറാതിരിക്കും. നമുക്കൊരു ഇൻറ്റ്യൂഷൻ വരുന്നു, അത് ശരിയാണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഡേറ്റയുടെ ഒരു പിൻബലത്തിലായിരിക്കും ആ ഇൻറ്റ്യൂഷനിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അപ്പം നമ്മുടെ തോട്ടിലേക്കൊരു നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു തോട്ട് വരുന്നത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലല്ല, അല്ലേ? അത് ഇമ്പൾസീവായിട്ട് വരുന്നതാണ്. പക്ഷെ അതിനെ നമ്മൾ ഡേറ്റയായിട്ട് കോറിലേറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ നമ്മൾ ഡിസിഷനിലായിട്ട് അത് മാറുന്നത്. അങ്ങനെയാണ് സാധാരണ ഷോറൂമുകൾ തുറക്കുമ്പോഴും ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്. റീറ്റെയിൽ മൊത്തം നോക്കുവാണെങ്കിൽ ഇ കൊമേഴ്സ് എന്നൊക്കെയുള്ള നല്ല വെല്ലുവിളി ഉണ്ട്. അത് കൂടാതെ വലിയ ബ്രാൻഡുകളുണ്ടല്ലോ, ദേശീയ തലത്തിലെയും ഒക്കെ ബ്രാൻഡുകൾ വന്നിട്ട് ഏറ്റെടുക്കുകയും അല്ലാതെ അവർ തന്നെ ഇവിടെ വന്ന് ഇത് തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വെല്ലുവിളികളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ചെറുകിടക്കാർക്കും പ്രാദേശികമായിട്ടുള്ള കച്ചവടക്കാർക്കും ഒക്കെ അവർ കോമ്പീറ്റ് ചെയ്ത് എങ്ങനെ നിൽക്കാൻ പറ്റും? അതൊരു വലിയ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഈ കുത്തക എന്ന് നമ്മൾ പറയുന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അപ്പം അതിൽ ഒരു കുത്തക വൽക്കരണം ഉണ്ട്, അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ദേശീയ തലത്തിൽ പല രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവർ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കത്തില്ല അവർ തിങ്ക് ചെയ്യുന്നത്. അവർക്ക് ബിസിനസിന്റെ അൾട്ടിമേറ്റ്ലി ഇയർ എൻഡിൽ P&L മാത്രമായിരിക്കത്തില്ല അവരെ ടേൺ ഓവർ മാത്രം നോക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റ് പല ആസ്പെക്ട്സ് ആയിരിക്കും അവരെ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇപ്പോൾ റീജിയണൽ ലെവലിൽ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലൊക്കെയുള്ള ആളുകൾക്ക് ഇതിൻ്റെ കണക്ക് പുസ്തകം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പം ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നമ്മളുടെ കമ്പനികൾ, ഞങ്ങളുടെ മാനുഫാക്ചേഴ്സ് തരുന്ന ഒരു റിപ്പോർട്ട്, ഇന്ത്യയിൽ വൻകിട കുത്തകളുമായിട്ട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ കേരളമാണ്. ഇന്ന് വരെ കുത്തകൾക്ക് പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ് കേരളത്തിൽ മാത്രമാണ്. സം സോർട്ട് ഓഫ് തമിഴ്നാടും ആ രീതിയിലാണ്. അപ്പം അത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇവിടെയുള്ള ഡീലേഴ്സ് അതുമായിട്ട് എന്താണോ ഇപ്പം നമ്മൾ പ്രൈസിങ് ആകട്ടെ, അല്ലെങ്കിൽ ഓഫേഴ്സ് ആകട്ടെ, മാർക്കറ്റിംഗ് ആകട്ടെ, ഷോറൂമിൽ കൊടുക്കുന്ന ഫെസിലിറ്റി ആകട്ടെ, എല്ലാം അറ്റ് പാർ വിത്ത് ഒരു വലിയ ഷോറൂം വരുന്നതുമായിട്ട് അറ്റ് പാർ വിത്ത് തന്നെയാണ് ഇവിടെ കൊടുക്കാനായിട്ട് ഡീലേഴ്സ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ പല മേഖലകളിലും ഇതുണ്ട്. ഇപ്പം ഇലക്ട്രോണിക്സിൽ മാത്രമല്ല, പല റീറ്റെയിൽ പല കാറ്റഗറിയിലും ഈ കുത്തകകളുണ്ട്. പക്ഷെ നമ്മൾ അതിനെതിരല്ല, കാരണം അതൊരു ഫാക്റ്റാണ്. അവർക്ക് ബിസിനസ് ചെയ്യാം, അവർ ഉറപ്പായിട്ടും നിയമപരമായിട്ടാണല്ലോ ഇവിടെ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്ക് എന്ത് ബെസ്റ്റ് കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലാതെ അവരെ കുറ്റപ്പെടുത്തുക, അവർ വരുന്നത് ശരിയല്ല, അങ്ങനെയൊന്നും പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി വിചാരിക്കുന്നില്ല. അവർ കസ്റ്റമർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസ് അതിനേക്കാൾ ബെറ്ററായിട്ട് നമ്മൾ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ വിശ്വാസം. ഇപ്പം ഇവിടെ പറയാറുണ്ട് ജനങ്ങളുടെ ഈ കാശില്ല, ഉപഭോഗം കുറയുന്നു എന്നൊക്കെ. താങ്കളുടെ ഒരു അനുഭവത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ ഇക്കോണമിയെ കുറിച്ച്? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമുക്ക് കുറേ ചലഞ്ചസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പം ആളുകളിപ്പം എല്ലാവരും പറയുന്ന പോലെ ഇവിടുന്ന് പുതിയ ജനറേഷൻ പുറത്തേക്ക് പോകുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇവിടുത്തെ എക്കണോമിയും സോഷ്യലിയും ഉണ്ടാകാൻ പോകുന്ന ഇമ്പാക്റ്റുകളെ കുറിച്ചൊക്കെ ധാരാളം മീഡിയ ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അത് ഫ്യൂച്ചറിലേക്കുള്ളൊരു ഫിയർ ഫാക്ടർ ആളുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച്. പക്ഷെ അതർവൈസ് ഇപ്പം ഞങ്ങളുടെ കേസിൽ നോക്കിയാൽ ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പ് ഞങ്ങൾ സെല്ല് ചെയ്യുന്ന എക്സാമ്പിൾ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ASP എന്ന് ഞങ്ങൾ ഒരു ആവറേജ് സെല്ലിംഗ് പ്രൈസ്, ടോട്ടൽ വിറ്റ് പോകുന്ന സ്മാർട്ട് ഫോണിൻ്റെ ടേൺ ഓവർ ഡിവൈഡ് ബൈ അതിൻ്റെ നമ്പേഴ്സ്, ഇതാണ് ASP. ഇതാണ് അതിൻ്റെ ഒരു സൂചികയാണിത് ASP എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 22,000 ആയിരുന്നു ഞങ്ങളുടേത്, ഇന്നത് 30,000 ആയി. ദാറ്റ് മീൻസ് അതുപോലെ ഓരോ കാറ്റഗറിയിലും ലാപ്ടോപ്സിലാണെങ്കിൽ 50,000 റുപ്പീസാണ് ഇപ്പം ASP. അപ്പോൾ അതായത് കൂടിയ വിലയുള്ള പ്രൊഡക്റ്റിനാണ് കൂടുതൽ പ്രിയം. ആളുകളൊക്കെ പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ ഇത്തരത്തിലൊരു അത് ശരിയാണെന്ന് അത്ര തോന്നുന്നില്ല. കാരണം ആളുകൾക്ക് അഫോർഡബിലിറ്റിയുടെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അതോടൊപ്പം തന്നെ ഈ അഫോർഡബിലിറ്റി സ്കീമുകളുണ്ട്. ഇപ്പം ധാരാളം ധനകാര്യ സ്ഥാപനങ്ങൾ EMI സ്കീമുകളൊക്കെ വളരെ ശക്തമായി നടത്തുന്നതും ഒരു സഹായകരമായ ഒരു കാര്യമായിരിക്കാം. പക്ഷേ കൂടിയ പ്രോഡക്റ്റുകളാണ് കൂടുതൽ പോകുന്നത്. അതാണ് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കാറുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഓരോ കാറ്റഗറി നോക്കുമ്പോഴും മുന്തിയ പ്രൊഡക്റ്റുകളുടെ എണ്ണം കൂടുതലായിട്ട് കേരളത്തിൽ പോകുന്നുണ്ട്. അപ്പം അത്തരത്തിലൊരു പ്രശ്നം പുറമെ കാണുന്നില്ല നമ്മൾ. ഇപ്പം അടുത്ത് ദുൽഖറിനെയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡറായിട്ടൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് എങ്ങനെയായിരുന്നു ആ ഐഡിയയിലേക്ക് എത്തിയത്? യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണോ അതോ? അല്ല, മൊത്തത്തിൽ ദുൽഖറും ഒരു ടെക്നോസാവി ആയിട്ടൊരാളാണ്. ദുൽഖറിന്റെ ഫാദറും ഒക്കെ ഏറ്റവും
ആദ്യം ഗാഡ്ജറ്റ്സ് സ്വന്തമാക്കുന്ന കേരളത്തിലെ ആളുകളിൽ പെടുന്നവരാണ്. ഉം. അപ്പം ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരു ആള് എന്നുള്ള നിലയ്ക്കും ഇത്രയും നമ്മുടെ യൂത്ത് ഐക്കൺ എന്നൊക്കെ പറയപ്പെടുന്ന ഒരാളാണല്ലോ. പിന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഹേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരാൾ എന്നുള്ള നിലയ്ക്കൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലെത്തിയത്. അത് നമ്മളെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട് അസോസിയേഷൻ. ഏതെങ്കിലും പ്രത്യേക ഡിവിഷന് വേണ്ടിയിട്ട് മാത്രമല്ല, മൊത്തത്തിൽ ദളത്തിന് തന്നെ നൽകിയൊരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു നമ്മളൊരു 1000 crore കമ്പനി ആയിട്ട് മാറാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള. ഇപ്പൊ നമ്മൾ അതൊരു ട്രാക്കിലാണോ? ആ ഒരു നെക്സ്റ്റ് ഇയർ 1000 പ്ലസ് ആവും. ഞങ്ങൾ നെക്സ്റ്റ് 1000 പ്ലസ് നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെ അല്ലേ? പ്ലസിലേക്ക്. അപ്പൊ ബാക്കി ലക്ഷ്യങ്ങൾ അടുത്ത പുതിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയോ? പുതിയ മുന്നോട്ട് തന്നെയാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമ്മുടെ ബിസിനസ്സിൽ, ഏത് ബിസിനസ്സാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണല്ലോ നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളുടെ മൈൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് അല്ല, മെയിൻ്റനൻസ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മളുള്ള ടേൺ ഓവറിൽ നമ്മൾ ഹാപ്പി ആയിട്ട് പോകുമല്ലോ. പലപ്പോഴും ഒരു ബിസിനസ്സിൽ വരുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ ഓടും ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ. അപ്പം എപ്പോഴും നമ്മൾ ഓരോ വർഷവും ഗ്രോത്ത് ആണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതും അതിൻ്റെ പുറകെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ പുതിയ ലക്ഷ്യങ്ങളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതല്ലാതെ വേറെന്തെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് ഇനി ഓക്സിജൻ എടുത്ത ഉടനെ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഉടനെ ഇല്ല. ഇതിൽ തന്നെയുള്ള സാധ്യതകൾ പരമാവധി എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം പോകുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞ ഓണക്കാലത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു സ്വന്തം ബ്രാൻഡില് ആ പ്രൊഡക്റ്റ് അത് ടി വി ആണെന്ന് തോന്നുന്നു. അപ്പൊ അതേ കുറിച്ചൊന്ന് പറയാം. അത് എങ്ങനെയുണ്ട്? ബ്രാൻഡിലാണ്, നെയിമിലാണ് ഞങ്ങൾ ടി വി അവതരണം. നല്ല റെസ്പോൺസാണ്. ഇപ്പോഴും നന്നായി പോകുന്നുണ്ട്. പലപ്പോഴും സ്റ്റോക്ക് തികയാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ. കാരണം നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് അറ്റ് അഫോർഡബിൾ പ്രൈസ്, അതാണ് ഞങ്ങൾ അന്ന് പ്ലാൻ ചെയ്തത്. നന്നായി പോകുന്നുണ്ട്. എല്ലാ ടി വിയുടെ എല്ലാ സൈസിലും നന്നായി പോകുന്നുണ്ട്. ഇപ്പൊ ടിവികൾ മാത്രമാണ്, കൂടുതൽ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ടോ? കൂടുതൽ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. നമ്മൾ ആക്സസറീസിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ലേബൽ വരുന്നുണ്ട്. മൊബൈൽ ആക്സസറീസിൽ ഒരു പ്രൈവറ്റ് ലേബിൾ ഞങ്ങൾ പ്ലാൻ, അതിന്റെ ഒരു പ്രൊജക്റ്റിലാണ്. അതിന്റെ ബ്രാൻഡ് പേര് എന്നുള്ള പേരിലാണ്, O2 ഗാഡ്ജറ്റ്സ്. അത് എപ്പോഴത്തേക്കായിരിക്കും അതിന്റെ ഒരു? അടുത്ത വർഷത്തേക്ക്. ഇപ്പൊ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ കണ്ട് എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പല സ്ഥലങ്ങളിൽ നിന്നും പല കാര്യങ്ങൾ ഇങ്ങനെ പല സമയത്തായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പം അവരുടെ ചില ബിസിനസ് മോഡലുകളാകാം. റീറ്റെയിൽ, ഞങ്ങളിപ്പോൾ റീറ്റെയിലാണുള്ളത്. റീറ്റെയിലിലെ പുതിയ പുതിയ റീറ്റെയിൽ കസ്റ്റമർക്ക് കൊടുക്കാവുന്ന ബെറ്റർ സർവീസസ് ആകാം ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആകർഷിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും അങ്ങനെ പഠിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ പോയി പരമാവധി ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ യാത്രകൾക്കിടയ്ക്ക് ഇപ്പോൾ കമ്പനികൾ തന്നെ നമ്മളെ ധാരാളം അതിനുള്ള അവസരങ്ങൾ തരുന്നുണ്ട്. അപ്പം കൺസ്യൂമറെ കുറിച്ചാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. കൺസ്യൂമർ ഫസ്റ്റ് ആണ്. അപ്പം നമ്മളൊരു കാര്യം കാണുമ്പോൾ ഇതുകൊണ്ട് കൺസ്യൂമർക്ക് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ കൺസ്യൂമർ അതിനകത്ത് ബെനിഫിറ്റ് ആവുന്ന ഒരു കാര്യം ഒരു സ്ഥലത്ത് കണ്ടാൽ അതെങ്ങനെ കോപ്പി ചെയ്യാവുന്ന നമ്മൾ ചിന്തിക്കും, അതെങ്ങനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിക്കും. നമ്മൾക്ക് ബെനിഫിറ്റ് ആകുന്നു എന്നുള്ളതിലുപരി കൺസ്യൂമർക്ക് ബെനിഫിറ്റ് ആകുന്ന എന്ത് പുതിയ കാര്യങ്ങൾ കണ്ടാലും അത് പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ മൂവിങ് വരുന്ന? സ്മാർട്ട് ഫോണാണ് ഏറ്റവും കൂടുതലായിട്ട്. ഒരു മന്ത്ലി അതിന്റെ ഒരു കണക്ക് പറയാൻ പറ്റും, എത്ര സ്മാർട്ട് ഫോൺസ് ഒക്കെ നമുക്ക് വിൽക്കുന്നുണ്ടാവും? ഞാൻ കേരളത്തിന്റെ ഒരു ഡാറ്റ, കേരളം ആവറേജ് 600 കോടിയുടെ സ്മാർട്ട് ഫോൺ ഒരു മാസം കൺസ്യൂം ചെയ്യുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. 600 കോടിയുടെ സ്മാർട്ട് ഫോൺ കേരളം വാങ്ങുന്നുണ്ട് ഒരു മാസം. ഇതാണ് കേരളത്തിന്റെ. എത്ര ഫ്രീക്വന്റ്ലി ആണ് ഒരു കസ്റ്റമർ ഇത് മാറുന്നത്? കമ്പനികളുടെ റിപ്പോർട്ട് ഒരു വർഷം എന്നുള്ളതാണ്. ഒരു വർഷം അതിൽ താഴെയൊക്കെ പറയപ്പെടുന്നുണ്ട്. ഒരു ടെക് കമ്പനിയുടെ സാരഥിയാണ്. എത്രത്തോളം ടെക് സാവിയാണ് താങ്കൾ? അത്ര ടെക് സാവി അല്ല. ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകൾ അല്ല, ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് നമ്മൾ ലേറ്റസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അഡിക്ഷൻ അങ്ങനെയില്ല. മനസ്സിലാക്കും നമ്മുടെ ഉപയോഗങ്ങൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ, എന്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന ഉപകരണങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സ്വഭാവമായിട്ട് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. ഇപ്പൊ പുതിയ ഐഫോൺ വന്നു, അപ്പൊ തന്നെ നമ്മളത് അപ്ഡേറ്റ് ചെയ്യോ? അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാറില്ല. എന്റെ ഉപയോഗം അതിലുണ്ടെങ്കിൽ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. പണ്ട് നമുക്ക് ധനത്തിൽ തന്നെ തന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടായി, അതിനുശേഷമാണ് ഞാൻ ബിസിനസ് ഡെലിഗേറ്റ് ചെയ്യാൻ പഠിച്ചതെന്ന്. ആ ഒരു സംഭവത്തെ കുറിച്ചൊന്ന് പറയാമോ? എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു 1 man ഷോ പോലെയായിരുന്നു. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഈ ഡെലിഗേഷന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും സ്വന്തം അനുഭവത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഡെലിഗേറ്റ് ചെയ്യേണ്ട ആവശ്യകത നമുക്ക് മനസ്സിലായി. സ്വന്തം അനുഭവം ഡെലിഗേറ്റ് ചെയ്തേ പറ്റൂ. നമ്മൾ ബെഡിലാണല്ലോ. അപ്പം
പിന്നെ ഡെലിഗേഷൻ എങ്ങനെ നന്നായി നടത്താം എന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ ചിന്തിച്ചു തുടങ്ങി അവിടെ നിന്നാണ്. എന്ത് സംഭവിച്ചതായിരുന്നു? കാർ ആക്സിഡന്റ് ആയിരുന്നു. അപ്പം എൻ്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയ ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നു. അപ്പം അതിനുശേഷം ഒരു സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകേണ്ടതിൻ്റെ ഒരു ആവശ്യകത, പിന്നെ നമ്മളൊപ്പം ഉള്ള ആളുകൾ, അവരുടെ ഒരു പ്രാധാന്യം, അവരാണല്ലോ ഇത് റൺ ചെയ്യുന്നത്. ആക്ച്വലി അവരാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയുന്നത് പോലെ നമ്മൾ രണ്ട് തരം ബിസിനസ്സിലേക്ക് വരുന്നവർ, രണ്ട് രീതി വരുന്നവരുണ്ട്, രണ്ട് ആറ്റിറ്റ്യൂഡ് വരുന്നു. ഒന്ന് ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് ആറ്റിറ്റ്യൂഡ് വരുന്നവരുണ്ട്. ഒരു ജോലിക്ക് പകരം ഒരു ബിസിനസ് ചെയ്യുന്നു, അപ്പോൾ അദ്ദേഹം തന്നെ എല്ലാം ചെയ്യുന്നു, കംപ്ലീറ്റ് കാര്യങ്ങൾ. പുള്ളി ഇല്ലെങ്കിൽ ആ ബിസിനസ് കൂട്ടിപ്പോകും. ആ ഒരു മോഡലുണ്ട്, സെൽഫ് എംപ്ലോയ്മെന്റ് എന്നുള്ള മോഡൽ. പിന്നെ ശരിക്കും ഒരു ബിസിനസ് ചെയ്യാൻ വരുന്നവരും ഉണ്ട്. അപ്പം പലരും ബിസിനസ് ചെയ്യാൻ വരുന്ന ഒരു സെൽഫ് എംപ്ലോയ്മെന്റ് മോഡലിലോട്ട് പോകുമ്പോഴാണ് ബിസിനസ് സ്കെയിലപ്പ് ചെയ്യാതിരിക്കുന്നത്. അപ്പം നമ്മൾ എൻ്റെ ആക്സിഡന്റിന് ശേഷം സെൽഫ് എംപ്ലോയ്മെന്റ് മോഡിൽ നിന്നും ബിസിനസ്സിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് വന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഇത് റൺ ചെയ്യുന്നത് നമ്മൾ കട്ടിലെ കിടന്നുകൊണ്ട് തന്നെ അത് വിഭാവനം ചെയ്തു. ഞാനില്ലാതെ, ഞാൻ നാളെ ഇല്ലെങ്കിലും ഈ ബിസിനസ് എങ്ങനെ ഓടും എന്നുള്ളതിന് വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് നമ്മൾ പിന്നെ സെറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പല അഡ്വൈസസ് ഒക്കെ എടുത്തു, അല്ലെങ്കിൽ നമ്മൾ നല്ല മോഡലുകൾ കണ്ടുപഠിച്ചു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ആ ഒരു ട്രാൻസിഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് അപകടം ഉണ്ടായത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ബിസിനസ്സിന് ഗുണമായിട്ടാണ് മാറിയത് എന്നാൽ എനിക്ക് പിൽക്കാലം. അപ്പോൾ ഓരോ പ്രതിസന്ധികൾ, ഇപ്പം എന്നെ ഫിസിക്കലി ഏറ്റവും കൂടുതൽ തളർത്തിയ നല്ല ഒരു ചെറുപ്പത്തിലാണല്ലോ ഇത് വന്നതേ. ഇപ്പോഴും എനിക്ക് അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് ആക്സിഡന്റിന് ശേഷവും കാലിനൊക്കെ. അപ്പോൾ എന്നാൽ പോലും ബിസിനസ്സിൽ അതുകൊണ്ടൊരു നല്ലൊരു ടേണിംഗ് പോയിന്റ്, ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ പറഞ്ഞ നമ്മുടെ കാഴ്ചപ്പാടുകളൊരു മാറ്റം ഉണ്ടായി, ബിസിനസ്സിനകത്ത് അത് പ്രതിഫലിച്ചു. അപ്പം അല്ലെങ്കിൽ നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, ആ സിസ്റ്റംസിലേക്ക് നമ്മൾ വന്നില്ലായിരുന്നു. അപ്പം അവിടെ ഒരു ഓട്ടോ റൺ അല്ലെ ഓട്ടോ പൈലറ്റ് മോഡൽ, അല്ലെങ്കിൽ ആ മോഡ് ഓൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റിയത് അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ അതുള്ളത് കൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാം. ഞാനത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു പക്ഷേ എൻ്റെ ഓഫീസിൽ ഏറ്റവും കുറച്ച് ജോലി ചെയ്യുന്ന ഒരാൾ ഇപ്പം ഞാൻ തന്നെ ആയിരിക്കും. എൻ്റെ സമയം ഏറ്റവും കുറച്ച് സമയം എല്ലാം ഡെലിഗേറ്റഡ് ആണ്. എന്നിട്ട് നമുക്ക് ജോലികളില്ലെന്നല്ല, പക്ഷെ ഒരു ഓവറോൾ ഓരോ സെക്ഷനിലെയും ഒരു മോണിറ്ററിങ് മാത്രമാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ സെക്ടറിൽ പോയിട്ട് അതിൽ ഡീപ്പായിട്ട് പോയി ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ഇപ്പൊ ആദ്യത്തെ ഒരു ഷോറൂം തുറക്കുക വലിയ അത്ര ബുദ്ധിമുട്ടല്ല. പിന്നീട് ഓരോരോ ഷോറൂം തുറക്കുക, അത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സാധിക്കില്ല. അതെങ്ങനെയാണ് ആ ഒരു ഇതിലേക്ക് മെന്റേഴ്സിനെയൊക്കെ സമീപിച്ചോ? എന്തായിരുന്നു? കാരണം അന്ന് ബിസിനസ്സുകാർക്ക് ഇപ്പൊ കിട്ടുന്ന അത്രയും ഗൈഡൻസ് ഒന്നും കിട്ടുന്ന ഒരു കാലത്തല്ല താങ്കളൊക്കെ ബിസിനസ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയായിരുന്നു? അങ്ങനെ മെന്റേഴ്സിനെ സമീപിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഇടപഴകുന്ന പല ആളുകളിൽ നിന്നും അവരുടെ ചില നല്ല കീഴ്വഴക്കങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ ചില നല്ല അവർ ഫോളോ ചെയ്യുന്ന ചില നല്ല കാര്യങ്ങൾ അത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ പല ആളുകളിൽ നിന്നായിട്ട്. അപ്പം അതാണ് നമുക്ക് പലപ്പോഴും സഹായകരമായിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയും ബിസിനസ് തുടങ്ങാൻ കുറേ അധികം പേർക്ക് പറ്റും, പൂട്ടാൻ എല്ലാവർക്കും പറ്റും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. സസ്റ്റെയിൻ ചെയ്യാനായിട്ടാണ് വളരെ കുറച്ച് പേർക്ക് മാത്രം സാധിക്കുന്നത്. അപ്പം അത് ഒരു പ്രത്യേക ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഘടകങ്ങളെല്ലാം അതിലുണ്ട്. ഇനി തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ അത് തുടങ്ങാൻ കുറേ അധികം പേർക്ക് പറ്റുന്നുണ്ട്, പൂട്ടാൻ എല്ലാവർക്കും പറ്റുന്നുണ്ട്. പൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കുന്നത് ഇപ്പൊ ഇത്രയും ഷോറൂമുകളായല്ലോ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഷോറൂം പൂട്ടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഒരു റിയാലിറ്റി നിന്നുകൊണ്ട് തന്നെ ആണ് ഈ ബിസിനസ്സിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിഗറിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളോട് ഒരു ആത്മവഞ്ചന പാടില്ലല്ലോ. അപ്പം നമ്മളുടെ ഷോറൂംസിന് നമുക്ക് ലോസ് മേക്കിംഗ് ആയി വന്ന ഷോറൂംസ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിലധികം ഷോറൂംസ് ക്ലോസ് ചെയ്യേണ്ട സാഹചര്യം. പലപ്പോഴും അത് ആ പർട്ടിക്കുലർ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസിലുള്ള ഫെയിലിയർ ഉണ്ടാകാം. അങ്ങനെ പല കാരണങ്ങളാൽ നമുക്ക് സക്സസ്ഫുൾ ആകാതെ പോയ ഷോറൂംസ് ഉണ്ട്. അത് ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് വീണ്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ അവിടെ ഒരു ഇമേജിന് വേണ്ടി, ഒരു സ്റ്റാറ്റസ് സിമ്പലിന് വേണ്ടി ലാഭത്തിലല്ലാത്തൊരു പ്രസ്ഥാനം നമ്മൾ നടത്തിക്കൊണ്ട് പോയില്ല. പക്ഷെ പല ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലോ, ഒരു ഷോറൂം തുടങ്ങിയ പിന്നെ അത് നിർത്തുക എന്നൊക്കെ പറഞ്ഞാ. അപ്പൊ അന്ന് എത്രത്തോളം സംഘർഷം തോന്നിയിട്ടുണ്ട്, ഇത് അടച്ചു പൂട്ടേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിട്ട്? അല്ല, സംഘർഷമല്ല, അത് അന്ന് അടച്ചു പൂട്ടിയിൽ ഇപ്പൊ വലിയ സംഘർഷത്തിലേക്ക് പോയേനെ, ആത്മസംഘർഷത്തിലേക്ക് പോയേനെ. അപ്പൊ അന്ന് പൂട്ടിയോണ്ട് ഇപ്പൊ നമ്മൾ സ്വസ്ഥമാണ്. അതിനെ സംബന്ധിച്ച് ഓർക്കുമ്പം ഒരു പുതിയ കാര്യങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതങ്ങനെ ഒരു ഇത് വരുമ്പം, അപ്പൊ ഞങ്ങളാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി നോക്കും. മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും കേട്ടോ. മാക്സിമം ട്രൈ ചെയ്തിട്ട് നമുക്ക്
അത് പറ്റുന്നില്ലെങ്കിൽ അത് ഞങ്ങളുടെ തന്നെ ഒരു പോരായ്മ കൊണ്ടാണ് അത് സംഭവിച്ചത്. ഞങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിൽ അതിന് വേറെ ആരെയും നമുക്ക് കുറ്റം പറയാനായിട്ടില്ല. നമ്മളുടെ ഒരു പോരായ്മ കൊണ്ടാണത് നമുക്ക് നഷ്ടത്തിലാകുന്നത്. അത് തിരിച്ചറിഞ്ഞ് നമ്മളത് ക്ലോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. ചിലപ്പോൾ അതേ മാർക്കറ്റിൽ ചിലപ്പോൾ വേറൊരു ലൊക്കേഷനിൽ വേറൊരു ബിൽഡിംഗ് നമ്മൾ ചിലപ്പം സ്റ്റാർട്ട് ചെയ്യും. ആ പർട്ടിക്കുലർ സ്റ്റോർ ചിലപ്പോൾ ഷിഫ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമുക്ക് അങ്ങനെ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോഴേ എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ബിസിനസ് ഇത് വളരെ ബുദ്ധിമുട്ടായി പോയി എന്ന് തോന്നിയത് എന്തായിരുന്നു? ഇനി മുന്നോട്ട് പോകുമോ എന്നൊക്കെ തോന്നിയൊരു അവസരം? അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫിനാൻഷ്യലി ഒക്കെ അങ്ങനെ തോന്നിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആ ഒരു ആത്മവിശ്വാസം കൈവിടാതെ നിൽക്കുക എന്നുള്ളതാണ്. ഇത് റെഡിയാകും എന്നുള്ളൊരു ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നമ്മൾ നിന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ കാലഘട്ടങ്ങളെയൊക്കെ കടന്നു പോയിട്ടുള്ളൂ, അതിജീവിച്ചിട്ടുള്ളൂ. കാരണം ആ ഒപ്റ്റിമിസം ഇല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ ക്ലോസ് ചെയ്ത് നിർത്തിപ്പോയാൽ അങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ട്, നിർത്തിപ്പോകേണ്ടതായ കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒരു പുതിയ വീടൊക്കെ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജൻ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിന് പ്രത്യേക പാക്കേജ് ഒക്കെ ഉണ്ടോ? ഉറപ്പായിട്ടും എൻ്റെ പ്രൊഡക്റ്റുകൾ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ഒരു ടോട്ടൽ അങ്ങനെയുള്ള ബണ്ടിലുകൾ നമുക്കുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുമിച്ചുള്ള ബണ്ടിലുകൾ ഓരോ സമയങ്ങളിൽ നമ്മൾ ചെയ്യാറുണ്ട്. പല ബഡ്ജറ്റിലുള്ള ഒരു സാധാരണക്കാരന് ആവശ്യമുള്ളതുണ്ട്. എല്ലാ രീതിയിലുമുള്ള എല്ലാ ശ്രേണിയിലുമുള്ള ബണ്ടിലുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഓക്സിജന്റെ 25ാമത്തെ വർഷമാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്? 25 വർഷമായപ്പം നമ്മളെ സംബന്ധിച്ച് അതിലൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് ഞങ്ങൾക്കുള്ളത്. കാരണം നമ്മൾ 25 വർഷം ഞങ്ങളെ എത്തിച്ചത് കൺസ്യൂമേഴ്സാണ്. അപ്പം ഒരു തികഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഒരു നന്ദിയോടുകൂടിയാണ് നമ്മൾ ഏറ്റവും തലകുനിച്ച് നിൽക്കേണ്ട സമയമാണ് 25 വർഷമായി കഴിഞ്ഞാൽ. 25 വർഷം എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് നമ്മളോടൊപ്പം തന്നെ ട്രാവൽ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്കും ട്രാവൽ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായി കൺസ്യൂമറിലേക്ക് തന്നെ തിരിച്ച് എന്ത് കൊടുക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ടുള്ള സേവനം മെച്ചപ്പെടുത്തുക, അവർക്ക് കൂടുതലായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ചെയ്യും. അതെ, ഇതിനെ സംബന്ധിച്ച് എന്തായാലും ഇനി വരും വർഷങ്ങൾ കൂടുതൽ വളർച്ചയുടേതാകട്ടെ. ധനം ബിസിനസ് കഫേയിൽ അധ്യായത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു ധനം. താങ്ക് യു.